വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജം ടോക്കീസ്. അപ്പോൾ ഷാനവാസിക്ക ഹീസ് ബാക്ക് വിത്ത് മോർ പവേഴ്സ്. അപ്പം ആള് സ്റ്റാർ സിംഗർ ലോഞ്ചിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കുറേ പിക്സും കാര്യങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ്. അപ്പം ഷാനവാസിക്കയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ തന്നെ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റിൽ ഇനി ഒരു കാര്യം പറയട്ടെ, ഷാനവാസിക്ക ഒന്ന് തുമ്മിയാൽ തന്നെ പ്രശ്നമാണ്. സീരിയസ്ലി സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം തോന്നുന്നു. കാരണം ഷാനവാസിക്ക എന്ത് ചെയ്താലും അതിനെ ഡീഗ്രേഡ് ചെയ്യാൻ എന്തോരം പേരാണ് ഇങ്ങനെ കച്ച കിട്ടിയിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാണ് ആ പാവത്തിനെ വീണ്ടും ദ്രോഹിക്കുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനിപ്പോൾ പറഞ്ഞു വന്നത്, സ്റ്റാർ സിംഗർ ലോഞ്ചിന് വേണ്ടിയിട്ട് ഷാനവാസിക്ക ഒരുപാട് പേരുമായിട്ട് നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്, സെൽഫി എടുത്തിട്ടുണ്ട്. നിഖില വിമൽ ഉണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ ഡയറക്ടേഴ്സും കാര്യങ്ങളും ഒക്കെ വിധു പ്രതാപ്, ചിത്ര ചേച്ചി, അതുപോലെ അനീഷ് ഏട്ടൻ, അനുമോള്, അക്ബർ, ആ ഒരു ഗ്യാങ്, മിഥുൻ, അങ്ങനെയുള്ള എല്ലാവരുമായിട്ടും ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഫോട്ടോ എടുക്കുന്നത് സർവ്വസാധാരണമാണ്, അത് പോസ്റ്റ് ചെയ്യുന്നതും സർവ്വസാധാരണമാണ്. അതിൻ്റെ എന്താ പറയുക, അത് ഏത് രീതിയിലാണ്, അതായത് പോസ്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഇട്ട ഫോട്ടോ ഫസ്റ്റ് പ്രിഫറൻസ്, സെക്കൻഡ് ഇട്ട ഫോട്ടോ സെക്കൻഡ്, അങ്ങനെയല്ല, നമ്മൾ തോന്നിയതുപോലെയാണ് അത് പോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഷാനവാസിക്ക വിചാരിച്ചിട്ടുണ്ടായിരിക്കത്തുള്ളൂ. ഒരുപാട് കമൻസ്, സത്യം പറഞ്ഞാൽ എനിക്ക് കമൻസ് കണ്ടിട്ട് തന്നെ എല്ലാവരും ഇപ്പോഴും ബിഗ് ബോസ് തന്നെ കിടക്കുവാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ കമൻസ് ഇടാൻ വേണ്ടി തന്നെ ഒരുപാട് ആൾക്കാരെ കച്ച കെട്ടി ഇരുത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തിനാണ് ഇങ്ങനെ ഒരു പാവപ്പെട്ട മനുഷ്യനെ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഷാനവാസിക്ക അനീഷുമായിട്ടുള്ളൊരു പിക്കുണ്ട് അല്ലേ, അത് ഞാനും ഇട്ടിട്ടുണ്ടായിരുന്നു, പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കോംബോ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അനീഷേട്ടനുമായിട്ടുള്ള പിക്ക് ഷാനവാസിക്ക ഇട്ടിരിക്കുന്നത് 6th പൊസിഷനിലാണ്. എന്തുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ എടുത്ത് പറയാൻ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ കാര്യമുണ്ട്. 6th പൊസിഷനിലാണ് അനീഷേട്ടനുമായിട്ടുള്ളത് ഒരു പിക്ക് ഇട്ടിരിക്കുന്നത്. ഫസ്റ്റ് പൊസിഷനിൽ ഇട്ടിരിക്കുന്നത് അനുമോളുമായിട്ടുള്ളത് പിക്കാണ്. ഉടനെ കമൻസ്, എന്തുകൊണ്ടാണ് അനീഷേട്ടനുമായിട്ടുള്ള പിക്ക് ആദ്യം ഇടാഞ്ഞത്, എന്തുകൊണ്ടത് ലാസ്റ്റ് അതിൽ 6ാമത് ഇട്ടത് എന്നുള്ളത്. എന്ത് മനുഷ്യരാണല്ലേ. അതിന് വേറൊരു വ്യാഖ്യാനിക്കുന്നുണ്ട് ആൾക്കാർ. എന്ന് വെച്ചാൽ ഫസ്റ്റ് പൊസിഷൻ അനുമോൾ ആയതുകൊണ്ട് അനുമോളുടെ PR-ൽ നിന്നും സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം ഷാനവാസിക്ക ഫസ്റ്റ് പിക്ക് ഇട്ടതെന്ന്. എന്ത് മോശം കമൻസാണിതൊക്കെ. ഷാനവാസിക്ക ആരുടെയും PR-ൻ്റെ സപ്പോർട്ട് കൊണ്ടാണോ ഇത്രയും നാളും ഇവിടെ നിന്നത്? എനിക്ക് തോന്നുന്നില്ലെന്നല്ല, അങ്ങനല്ല എന്നത്. നമ്മളെപ്പോലെ പ്യുവറായിട്ടുള്ള അല്ലെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ളൊരു ഫാൻ ബേസ് ഷാനവാസിക്ക ഉള്ളത് കൊണ്ടാണ് ഷാനവാസിക്ക PR ഇല്ലാതെ തന്നെ എന്താ പറയുക ടോപ്പ് 3 വന്നത്. ഇനിയിപ്പോൾ ഞാനിത് പറഞ്ഞത് കമൻറ്റ് വന്ന് ഇടണം കേട്ടോ. കുറേ ആൾക്കാരുടെ PR വന്ന് കമൻറ്റ് എന്നെ ഡിഗ്രേഡ് ചെയ്ത് എന്നെ തെറി വിളിച്ച് കമൻറ്റ്സ് ഇട്ടോണം കേട്ടോ. അത് ഓൾവേസ് വെൽക്കം, ഇട്ടോ, കുഴപ്പമില്ല. പക്ഷേ ഷാനവാസിക്ക എന്തുകൊണ്ടാണ് അനുമോൾക്ക് ഫസ്റ്റ് ഇട്ടതും എന്തുകൊണ്ടാണ് അനീഷേട്ടൻ്റെ 6th സ്ലൈഡൊക്കെ ഇട്ടതെന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ഇരുന്ന് എന്ത് കുറ്റം കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരോട് നമുക്കൊന്നും പറയാനില്ല സത്യം പറഞ്ഞാൽ. പിന്നെ അത് ഒരു ഫസ്റ്റ് കമൻറ്റ്, അത് അങ്ങനത്തെ വരുന്ന ഒരുപാട് കമൻസ് ഉണ്ട്. ഇനി അടുത്ത കമൻറ്റ്, നൂറ ഇല്ലാത്തപ്പോൾ എൻ്റെ വോട്ട് ഷാനവാസിക്കായിരുന്നു, എന്തുകൊണ്ട് നൂറേനെ ഒഴിവാക്കി? ഇതാണ് സെക്കൻഡ് കമൻറ്റ്. നൂറ ഓൾറെഡി ആ ഒരു ഷോയിലുണ്ട്, ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഷാനവാസിക്കയും നൂറയും അനീഷേട്ടനും എല്ലാം കൂടെ ഒന്നിച്ച് നടന്നു പോകുന്നു. അവർ ചിരിച്ച് കളിച്ച് സന്തോഷത്തോടെയാണ് നടന്നു പോകുന്നത്. അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ചിരിച്ചൊക്കെയാണ് നടന്നു പോകുന്നത്. എന്തുകൊണ്ട് ഷാനവാസിക്ക നൂറയുടെ പിക്ക് ഒഴിവാക്കി? ഇതാണ് അടുത്ത കമൻറ്റ്. ആദില നൂറേനെ എന്തുകൊണ്ട് ഒഴിവാക്കി? നൂറ ഉണ്ടായിരുന്നു ഞങ്ങൾക്കറിയാം, എന്തുകൊണ്ട് നൂറേനെ പിക്ക് ഒഴിവാക്കാനുള്ള മെയിൻ റീസൺ മുസ്ലിം സമുദായത്തിനെ പേടിച്ചിട്ടാണെന്നോ, എന്തൊക്കെ മോശം കമൻസാണ് ഈ വരുന്നത് എനിക്കറിയത്തില്ല. പിന്നെ വേറൊരു കമൻസാണ് യു റിജക്റ്റഡ് നൂറ, ഗെയിം ഈസ് ഓവർ സ്റ്റിൽ ഗ്രഡ്ജസ്. എന്തിനാണ് വീണ്ടും ഗ്രഡ്ജ് വെച്ചിരിക്കുന്നത്, ഗെയിമൊക്കെ ഓവറായില്ലേന്ന്. അങ്ങനത്തെ കമൻസ്. എന്തിനാണ് ഒരാളെ ഇങ്ങനെ ഇട്ട് ക്രൂശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പുള്ളിക്കാരനൊന്നും തിരിച്ച് പറയാഞ്ഞിട്ടാണോ ഈ ക്രൂശിക്കുന്നത്? എനിക്കറിയത്തില്ല. എന്നുവെച്ചാൽ ഈ കുരയ്ക്കുന്ന പട്ടികളോട് സംസാരിക്കരുതെന്നൊരു സംഭവം ഉണ്ടല്ലോ, അവർ കുരച്ചുകൊണ്ടിരിക്കട്ടെ എന്നുണ്ടല്ലോ. ചിലപ്പോൾ ആ ഒരു ചിന്തയിലായിരിക്കും ഷാനവാസിക്ക ഒന്നും തിരിച്ച് മിണ്ടാത്തത്. പിന്നെ വേറൊരു കമൻറ്റ് ഞാൻ പറയാവേ. കിട്ടുന്ന അവസരത്തിലൊക്കെ അനീഷിനെ കുത്തിയ ഇങ്ങേർക്ക് അനീഷിനെ പൊളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഫേക്ക് ഫ്രണ്ട്ഷിപ്പാണ് അനീഷും ഷാനവാസും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്. ആദില നൂറ ജയിക്കില്ല എന്ന അറിവുള്ളത് കൊണ്ട് അവർ പുറത്താകാൻ കമ്മ്യൂണിറ്റി വോട്ടിന് വേണ്ടി വല്യേട്ടൻ കളിച്ച് അവർക്കെതിരെ ഗെയിം പോലും കളിക്കാതിരിക്കാനാണ് വരുത്തി തീർത്തത്. ജിഷിൻ പറഞ്ഞ പോലെ ഫേക്കായിട്ടാണ് ഷാനവാസ് നിന്നത്. കള്ളം അറിഞ്ഞു കളിക്കണമെന്ന് അറിയാതെ ആളുടെ വായിൽ നിന്ന് വന്നു. ആദില നൂറ ഇയാളോട് മിണ്ടരുത്, നിങ്ങളുടെ മുതലെടുപ്പ് നടത്തിയതാണ് ഈ വല്യേട്ടൻ.
അയ്യോ, എന്ത് നല്ല തമാശയാണെന്ന് നോക്കി. മുതലെടുപ്പ് നടത്തിയെന്ന് ബെസ്റ്റ് ആൾക്കാരായത് ആദില നൂറയുടെ വെച്ചിട്ട് മുതലെടുപ്പ് നടത്തി. അവർ ജയിക്കത്തില്ലെന്നറിയാം, അവരെ പെങ്ങന്മാരാക്കി. അനീഷിനോടുള്ള കോംബോ, അതായത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഫേക്കാണ്. എന്തൊക്കെ മണ്ടത്തര, ശുദ്ധ വിഡ്ഢിത്തരം എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ് ആൾക്കാർ ഈ ഇറങ്ങിയിരിക്കുന്നത്. ബിഗ് ബോസ് കഴിഞ്ഞു, അവരൊരു ഷോയിൽ കയറി. ചിലപ്പോൾ നൂറയുടെ പിക്ക് ഇടാൻ ചിലപ്പോൾ മറന്നതായിരിക്കാം, അല്ലെങ്കിൽ വേറെ എപ്പോഴേലും പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതൊന്നും അവർക്ക് ചിന്തിക്കണ്ട. മുസ്ലിം സമുദായം ഷാനവാസിനെ തെറി വിളിക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കണം നൂറയുടെ പിക്ക് ഇടാഞ്ഞത്. അത് വേറെ മതപരമായി അവർ കമൻ്റ് ഇട്ടിരിക്കുന്നു. എനിവേ, അത് കഴിഞ്ഞിട്ട് വേറൊരു കമൻറ്റ് വായിക്കണം. ഞാൻ ഈ കമൻസ് എല്ലാം ലാസ്റ്റ് പിൻ ചെയ്തേക്കാം, എല്ലാവരും ഒന്ന് വായിച്ച് നോക്കണം. ടഫ് ടൈം റിവീൽ ട്രൂ ഫ്രണ്ട്സ്, നെവർ ഗോ ടു എനി ഓഫ് ദ കണ്ടസ്റ്റൻസ് ഹൗസ് വിത്തൗട്ട് ഇൻവൈറ്റിംഗ് ദം പേഴ്സണലി. ടൈം വിൽ റിലീവ് പ്യുവർ ലോയൽറ്റി. എനിക്കറിയത്തില്ല എന്തൊക്കെ കമൻസ് ആണെന്ന് നോക്കി. എനിക്ക് ഏറ്റവും ചിരി വന്ന കമൻ്റ് എന്ന് പറഞ്ഞാൽ, അനുമോൾക്ക് ഫസ്റ്റ് കിട്ടിയതുകൊണ്ടാണ് അനുമോളുടെ പിക്ക് എടുത്ത് ഫസ്റ്റ് ഇട്ടത്. അപ്പോൾ അനുമോളുടെ PR-നെ ഒന്ന് ഷാനവാസിക സുഖിപ്പിച്ചതാണെന്നൊക്കെ. ഇതിനൊക്കെ നമ്മൾ എന്താണ് പറയേണ്ടത്? ഇത്രയും വിഡ്ഢിത്തരം നിറഞ്ഞ കമൻസുമായിട്ട് ഇറങ്ങാൻ വേണ്ടി ഇത്ര പുച്ഛമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരാളെ, ഇങ്ങനെ ഒരാളെ ക്രൂശിക്കാനും ഡീഗ്രേഡ് ചെയ്യാനും എന്തിന് നിങ്ങൾ ഇറങ്ങുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഞാനെങ്കിലും റിയാക്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ആര് റിയാക്ട് ചെയ്യാനാണ്? ഇപ്പോഴും ഞാൻ പറയുന്നു, കുറച്ച് ആൾക്കാരാണ് ഷാനവാസിക്ക് വേണ്ടി സംസാരിക്കുന്നതും നിന്നിട്ടുള്ളത്. പിന്നെ വേറൊരു കമൻറ്റ്, ഈ സമയമാണ് നിങ്ങൾ അവരുടെ കൂടെ നിൽക്കേണ്ടത്. അപ്പോൾ തന്നെ നൂറയുടെ പിക്ക് ഒഴിവാക്കിയത് വളരെ മോശമായിപ്പോയി. എനിക്ക് സത്യം പറഞ്ഞാൽ ശരിയാണ് വരുന്നത്. ഈ സമയത്താണ് അവരോട് നിൽക്കുന്നതെന്ന് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഫൈസൽ മലബാറിൻ്റെ ഇഷ്യൂ ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ഫൈസൽ മലബാർ ഖേദിക്കുന്നു എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, അതിന് ഇതുവരെ ആദില നൂറ ഒരു റിപ്ലൈ പോലും തന്നിട്ടില്ല. അത് വേറൊരു കേസ്. ബിക്കോസ് അവരുടെ മാനസികാവസ്ഥ അത്രയും മോശമായിരിക്കാം. കാരണം ഇങ്ങനൊരു ഇത്രയും വലിയൊരു സെലിബ്രിറ്റികൾ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു സംഭവത്തിൽ ഈ ഫൈസൽ തന്നെ ഇങ്ങനൊരു സംഭവമായിട്ടില്ല, അവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ട് കാണാം. അതിലൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് അവരോട് വിയോജിപ്പുണ്ട്. ബാക്ക് സ്റ്റാബ് ചെയ്തതിനും പുറകിൽ നിന്ന് കുത്തിയതിനും ഷാനവാസിക്കേനെ ഡേർട്ടി ഗെയിമർ എന്ന് വിളിച്ചതിനും ഫേക്ക് ഗെയിമർ എന്ന് വിളിച്ചതിനും ബെസ്റ്റ് ആക്ടറാണെന്ന് പറഞ്ഞതിനുമൊക്കെ എനിക്ക് വിയോജിപ്പുണ്ട്. പക്ഷേ പേഴ്സണലി നോക്കി അവർക്ക് സങ്കടം കാണും, അതിൽ ഞാനൊന്നും പറയുന്നില്ല. ചിലപ്പോൾ ആ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് ഷാനവാസിക്ക എന്തുകൊണ്ട് നൂറേനെ ഒഴിവാക്കി എന്നുള്ളതാണ് കമൻസ്, വേറെ കമൻസ് വരുന്നത്. അപ്പോൾ തന്നെ നൂറയുടെ പിക്ക് ഒഴിവാക്കിയത് വളരെ മോശമായിപ്പോയി, ഈ സമയത്തായിരുന്നു നിൽക്കേണ്ടതെന്ന്. അത് ഷാനവാസിക്കയുടെ ഇഷ്ടമല്ലേ? ഷാനവാസിക്കെ പക്ഷേ ഇതൊന്നും ആലോചിച്ച് കാണത്തില്ല. നിങ്ങൾ ഈ കുരുട്ട് ബുദ്ധി അനുസരിച്ച് ഇങ്ങനെ കമൻറ്റ് ഇട്ടുകൊണ്ടിരുന്നാൽ ഷാനവാസിക ഇതൊന്നും വിചാരിച്ച് കാണത്തില്ല. എനിക്ക് പറയാനുള്ളത്, സ്റ്റോപ്പ് ഡീഗ്രേഡിങ്. സത്യം പറഞ്ഞാൽ ഒരു #ടാഗ് ഇട്ട് നമ്മൾ ഇറങ്ങേണ്ടി വരും. ഷാനവാസിക്കറെ ഡീഗ്രേഡ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ബിക്കോസ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ തീർന്നു. ഷോ തീർന്നിട്ട് കുറേ ദിവസങ്ങളായി. ഇപ്പോൾ സ്റ്റാർ സിംഗറിൻ്റെ ലോഞ്ചും നടന്നു. ഷാനവാസിക്ക എനിക്ക് ഒന്ന് റെസ്റ്റ് എടുക്കുമായിരുന്നു കാണും. ഇത്രയും ദിവസത്തെ ഒരു ഷാനവാസിക്ക ലൈവിൽ വന്ന് പറയുന്നുണ്ടായിരുന്നു 16 കിലോ ഷാനവാസിക്കയുടെ കുറഞ്ഞു എന്ന്. ഇപ്പോഴാണെങ്കിലും ഷാനവാസിക്ക എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത്, ഭയങ്കര സ്ലിമ്മായി പോയതുപോലെ. അപ്പം ആൾ ചിലപ്പോൾ റെസ്റ്റ് എടുക്കുമായിരിക്കും. ആൾക്ക് ആളുടേതായ മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ട്, ചിലപ്പോൾ മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടായിരുന്നു കാണും. അതെല്ലാം കഴിഞ്ഞായിരിക്കും വരുന്നത്. അപ്പം ഒരാളെ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത്. ഇച്ചിരിയെങ്കിലും അറ്റ്ലീസ്റ്റെങ്കിലും മനുഷ്യത്വമുള്ള ആൾക്കാരാണെങ്കിൽ പ്ലീസ് സ്റ്റോപ്പ് ഡീഗ്രേഡ്. എല്ലാവരും അവരൊക്കെ അവരുടെ ഗെയിമൊക്കെ കഴിഞ്ഞു, അവരവരുടെ ലൈഫ് പോയി. അല്ലാതെ നിങ്ങൾ ഈ വന്ന് കമൻറ്റ് ഇട്ടത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മനസ്സിലായോ? നമ്മളെങ്കിലും ഇതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചില്ലെങ്കിൽ വേറെ ആരും ഷാനവാസിയെ കാണത്തില്ല. അപ്പം നമ്മൾ കുറേ പേര് കാണും, കുറച്ച് പേരുണ്ട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ. സോ നിങ്ങൾ ഡീഗ്രേഡ് ചെയ്യുന്ന അവസാനിപ്പിക്കുക. എനിക്കതേ പറയാനുള്ളൂ. പലരും ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് പോസിറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുണ്ട്. ഒരുപാട് പോസിറ്റീവ് കമൻറ്റ്സ് വരുന്നത്. താങ്ക് യു ഫോർ ഓൾ. എല്ലാ പോസിറ്റീവ് കമൻറ്റ് ഇട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ബിക്കോസ് ഒരു ഫോട്ടോയുടെ അടിയിൽ ഇന്ന പൊസിഷനിൽ എന്തുകൊണ്ട് വന്നില്ല, അനീഷേട്ടനുമായിട്ടുള്ള പിക്ക് എന്തുകൊണ്ട് ഫസ്റ്റ് ഇട്ടില്ല, എന്തുകൊണ്ട് അനുമോളായിട്ടുള്ള പിക്ക് ഫസ്റ്റ് ഇട്ടു, ഇതൊക്കെയാണ് അവർ ചോദിക്കുന്നത്. ശുദ്ധ വിഡ്ഢിത്തരം എന്നല്ലാതെ വേറെ എന്താണ് പറയുന്നത്? ഒരുപാട് പോസിറ്റീവ് കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ആൾക്കാർ, അതുപോലെ തന്നെ നെഗറ്റീവ് കമൻറ്റ്സ് ഇട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊന്നും ചിലപ്പം ഷാനവാസിക്ക വായിച്ച് നോക്കത്ത് പോലും ഇല്ലായിരിക്കും. പക്ഷേ ഇത് കാണുമ്പം നമ്മളെപ്പോലുള്ള സപ്പോർട്ട് ചെയ്യുന്ന പ്യുവറായിട്ടുള്ള അല്ലെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള ഫാൻസിന് ഇത് ഭയങ്കര സങ്കടം വരും. എന്ത് വന്നാലും ഇപ്പം ആളൊന്ന് ഇറങ്ങിയതേ ഉള്ളൂ. എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഒന്ന് ലൈവ് കഴിഞ്ഞ് ലൈവിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കമൻ്റ് എന്ന് പറയുന്നത് ഇതായിരുന്നു. BB കഴിഞ്ഞ് ചിലർ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പോഴും ഷാനവാസിക്കനെ ഡീഗ്രേഡ് ചെയ്യാൻ എന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. കിട്ടിയ പുതിയ വള്ളി. ഷാനവാസിൻ്റെ പോസ്റ്റിൽ നൂറയില്ല എന്നത്. ഇനി നിങ്ങൾ നെഗറ്റീവ് ആക്കിയിട്ടൊന്നും ഒരു കാര്യവുമില്ല കേട്ടോ. നൂറയുടെ കൂടെയുള്ള പിക്ക് ഇല്ല എന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സത്യമല്ലേ?
ഇനി ഡിഗ്രേഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനായിട്ടാണ്? ഒരു ഡിഗ്രഡേഷനും ഇനി നടക്കാൻ പോകുന്നില്ല. അപ്പം ഷാനവാസിക്ക സ്ട്രോങ് ആയിട്ട് ഹെൽത്തി ആയിട്ട് എല്ലാം ഒരു ബിഗ് സ്ക്രീനിൽ കാണണം എന്നാണ് എനിക്ക് ആഗ്രഹം. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് മെയിൻ. ആരെയും ഡിഗ്രേഡ് ചെയ്യാതിരിക്കുക, ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെയും ഡിഗ്രേഡ് ചെയ്യാതിരിക്കുക. സോ സ്റ്റേ ട്യൂൺ മൈ ചാനൽ ഫോർ മോർ